ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇത് പ്രഭാത സന്ദേശം. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുവാൻ കഴിയുന്ന വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ് ലോകത്തിലുള്ള ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി, നമ്മുടെ സുപ്പീരിയേഴ്സിന് വേണ്ടി, നമ്മുടെ മേലധികാരികൾക്ക് വേണ്ടി, ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അപേക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ ഭരണതലങ്ങളൊക്കെ ദൈവഭയത്തോടും നീതിയോടും ന്യായത്തോടും കൂടെ ലോകത്തെ ഭരിക്കുക എന്നുള്ളത് ഒരു ദൈവിക നിയോഗവും ദൈവിക നിയമം കൂടിയാണ്. എന്നാൽ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ മറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണകർത്താക്കളെയൊക്കെ ഭരണതലങ്ങളെയൊക്കെ അവരുടെ മേലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നാണ്, ദൈവമാണ് എന്ന് കാണുവാൻ കഴിയുന്നു. ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ സദൃശവാക്യങ്ങളിൽ അതിന് 21 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു: രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവനതിനെ തിരിക്കുന്നു. രാജാക്കന്മാരുടെ ഭരണകർത്താക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുന്നു. എങ്ങനെ? നീർത്തോട് കണക്കെ. എങ്ങനെ? ഒഴുകുന്ന വെള്ളങ്ങളുടെ നദികൾ ഒഴുകുന്നത്, അതിൻ്റെ റൂട്ട് നമ്മളല്ല നിയന്ത്രിക്കുന്നത്. ആ വെള്ളം ഒഴുകിപ്പോകുന്നതിൻ്റെ ചാലുകളനുസരിച്ച്, അതിൻ്റെ സ്ലോപ്പ് അനുസരിച്ച് ആ വെള്ളം ഒഴുകുകയാണ്. അതിന് എവിടേക്ക് തിരിഞ്ഞു വേണമെങ്കിലും ആ വെള്ളം, ആ നദി ഒഴുകാം, ഗതി മാറി ഒഴുകാം. പല റൂട്ടുകളിലേക്ക് അതിനെ മാറി ഒഴുകുവാൻ കഴിയുമെങ്കിൽ ഇവിടെ പറയുകയാണ്, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവനതിനെ തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ, ഭരണകർത്താക്കളുടെ ഹൃദയങ്ങളെ തിരിക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. എന്ത്? ദൈവഹിതത്തിനൊത്തവണ്ണം നീതിയോടും ന്യായത്തോടും കൂടെ തൻ്റെ ജനത്തെ ഭരിക്കുവാൻ, ഭരണകാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തീർച്ചയായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ അധികാരികളിൽ, നമ്മുടെ സുപ്പീരിയേഴ്സിൽ ദൈവത്തിൻ്റെ മനസ്സലിവ് കൊടുക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. പലപ്പോഴും നമുക്ക് ചില സന്ദർഭങ്ങളിൽ നീതി ലഭിക്കാതെ, ന്യായമാതി ലഭിക്കാതെ, അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ അധികാരികൾക്ക് വേണ്ടി അവർ നീതിയോടെ പ്രവർത്തിക്കട്ടെ, ന്യായത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.